ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപോലെ വളരെ ഈസി ആയിട്ട് പൗച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 10 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവും ഉള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതേ അളവിലുള്ള ഒരു ലൈനിങ് ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് സിബ്ബാണ്. സിബിൻ്റെ ഈ റണ്ണറുള്ള വശം ക്ലോത്തിൻ്റെ നല്ല വശത്തിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. അത് കഴിഞ്ഞ് അതിൻ്റെ നല്ല വശത്തു കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കാം. അതേപോലെ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റണ്ണർ ഒന്ന് താഴത്തേക്ക് വലിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഞാൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വന്നതാണ്. അതിനുശേഷം നമ്മൾ മറിച്ചെടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ചെറിയൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടും. ഇനി ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ആ 2 സൈഡിലും നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ 4 സൈഡിലും 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും അടയാളപ്പെടുത്തിയിട്ട് ആ പാർട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 4 സൈഡും നമ്മൾ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ അവിടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ 4 സൈഡിലും നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്.